നമ്മുടെ മുഖത്തും തലയോട്ടിയിലുമൊക്കെയുള്ള വായുവറകളെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും 4 ടൈപ്പാണുള്ളത്. പുരികത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന സൈനസിനെ ഫ്രോണ്ടൽ എന്നും, കണ്ണിന് താഴെ കാണപ്പെടുന്നതിനെ മാക്സിലറി എന്നും, കണ്ണിന്റെയും മൂക്കിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നതിനെ എത്തുമോയിഡ് എന്നും, മൂക്കിന്റെ ഏറ്റവും പിറകിലായിട്ട് കാണപ്പെടുന്നതിനെ സ്ഫീനോയിഡ് എന്നാണ് പറയുന്നത്. ഇത്തരം വായു അറകളിൽ കഫം കെട്ടിക്കിടക്കുകയും അത് പുറത്തേക്ക് പോകാതെ വരുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും അക്യൂട്ട്, ക്രോണിക് എന്നിങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അതിൽ അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ വളരെ കുറച്ചു കാലം മാത്രം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള സൈനസൈറ്റിസിനെയാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ക്രോണിക് എന്ന് പറയുന്നത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സൈനസൈറ്റിസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മൂക്കിലുണ്ടാകുന്ന ദശ, DNS അഥവാ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിന്റെ പാലത്തിനുണ്ടാകുന്ന വളവ്. ഇതുകൊണ്ടെല്ലാം ബ്ലോക്ക് ഉണ്ടാവുകയും അതുവഴി നമ്മുടെ സൈനസിൽ നിന്നും കഫം പുറത്തേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സൈനസൈറ്റിസ് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ സ്മോക്കിംഗ് കൂടുതലുള്ള ആളുകളിൽ കാലാവസ്ഥാ മാറ്റം കൊണ്ട്, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം എന്നിവ കൊണ്ടെല്ലാം ഇത്തരത്തിൽ സൈനസൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ അലർജി, തുടർച്ചയായി ഉണ്ടാകുന്ന ജലദോഷം എന്നിങ്ങനെയുള്ള കേസുകളിലും സൈനസൈറ്റിസ് ഉണ്ടാവാം. സൈനസൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് തലവേദന, അതായത് പുരികത്തിന്റെ മുകളിലായിട്ടും കണ്ണിന് ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന വേദന. അതോടൊപ്പം തന്നെ തലയ്ക്ക് അനുഭവപ്പെടുന്ന ഭാരം, ഇത് പലപ്പോഴും ഉണ്ടാകുന്നത് തല കുനിക്കുന്ന സമയത്താണ്. തലവേദന കൂടുന്നതും ഇങ്ങനെ തല കുനിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ ഉണ്ടാകുന്ന തലവേദന, മൂക്കിലൂടെ കഫം വരികയും അത് ബ്ലഡ് മിക്സ് ആയിട്ട് വരുന്നതും ഇത്തരത്തിൽ സൈനസൈറ്റിസ് ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ മൂക്കിലൂടെ വരുന്ന കഫത്തിന് ദുർഗന്ധം ഉണ്ടാവുക, ടേസ്റ്റ്, സ്മെല്ല് എന്നിവയെല്ലാം അറിയാതിരിക്കുക. പിന്നീട് അലർജിയുടെ അതേപോലത്തെ സിംറ്റംസ്, അതായത് തുമ്മല്, മൂക്കൊലിപ്പ് എന്നിവയും ഇത്തരത്തിൽ സൈനസൈറ്റിസിനോടൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട്. സൈനസൈറ്റിസ് ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് അടങ്ങിയും അതുപോലെ തന്നെ ഹൈ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഇത് കഫം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന ഭക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് എന്നിവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ മീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. തണുത്ത ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുളിക്കുന്നത് രാവിലെ തന്നെ ആക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വെയിലത്ത് നിന്ന് വന്ന ഉടനെ കുളിക്കുന്നത് ഒഴിവാക്കുക. എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷമൊക്കെ പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നീരിറക്കം വരുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.